ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട ആദിപരാശക്തിയാണ് വാരാഹി. വരാഹിയെ ഉപാസിച്ചാൽ മനസമാധാനവും ശത്രുനാശവുമാണ് ഫലം. നീലനിറമാണ് ദേവിക്ക്. പന്നിയുടെ മുഖം, മനുഷ്യശരീരം, 4 കൈകളിൽ കലപ്പ, സുദർശനചക്രം, അഭയമുദ്ര, വരദമുദ്ര ഇവ ധരിച്ചിരിക്കുന്നു. ചില രൂപത്തിൽ 8ഉം ചിലതിൽ 18ഉം കൈകളുണ്ട്. മഹിഷമാണ് വാഹനം. കാട്ടുപന്നിയുടെ മുഖത്തോടുകൂടിയ ഈ ഭഗവതി പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡനാഥ, സേനാനായകി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, വരാഹിലക്ഷ്മി, ദാരിദ്ര്യനാശിനി, സമയേശ്വരി, പാതിരാ പഞ്ചമി, രാത്രി ഭഗവതി തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. സപ്തമാതാക്കളിൽ 5ാമത്തെ ദേവിയാണ് വരാഹി. ദുർഗാദേവിയുടെ പൃഷ്ഠഭാഗത്തുനിന്നാണ് വരാഹിയുടെ ഉത്ഭവം. ദേവിയുടെ സാധകനു സ്തംഭനം, മാരണം, വശ്യം എന്നിവയേൽക്കാൻ ദേവി അനുവദിക്കില്ല. പുരാണങ്ങൾ പ്രകാരം ലളിത പരമേശ്വരിയും ഭണ്ഡാസുരനുമായി നടന്ന യുദ്ധത്തിൽ ഭഗവതിയുടെ സേനാനായികയായി വാരാഹിയെ കാണാം. വരാഹരൂപം പൂണ്ട ഭദ്രകാളി വാർത്താളി എന്നറിയപ്പെടുന്നു. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദണ്ഡനാഥ എന്ന് വിളിക്കപ്പെടുന്നു. ഇല്ലായ്മകൾ, ദാരിദ്ര്യം തുടങ്ങിയവ പരിഹരിക്കുന്ന ലക്ഷ്മിയായതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്ന് പേര് ലഭിച്ചു. മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരത്തിന്റെ ശക്തിയായും വാരാഹി ആരാധിക്കപ്പെടുന്നു. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ്. ആദിശക്തിയായ ദുർഗാഭഗവതിയുടെ സർവ്വസൈന്യദിവയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിന്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂശക്തിയായിട്ടും ശത്രുക്കളെ സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ഐശ്വര്യം, വിജയം, സമ്പത്ത്, ദുഃഖനാശം എന്നിവയുടെ മൂർത്തരൂപമാണ് വാരാഹി ഭഗവതി. പഞ്ചമി തിഥി പ്രധാനമായതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്നും പേരുണ്ട്. ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വാരാഹിയുടെ ഭക്തർ സ്ത്രീകളോട് ഒരിക്കലും മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം. സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശക്തിസ്വരൂപിണിയായ വാരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു. രാത്രിയാണ് വരാഹിദേവിയെ ആരാധിക്കുന്നത്. പഞ്ചമി തിഥിയിലെ രാത്രി വാരാഹിദേവിക്ക് അതിവിശേഷമാണ്.